ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്ന് ഇച്ചിരി താമസിച്ചാണ് എഴുന്നേറ്റത്. നല്ല മഴയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവിടെ വിളക്ക് കത്തിക്കൽ പതിവാണ്. അത് രാമായണ മാസം ആയതുകൊണ്ടല്ല, എല്ലാ ദിവസവും ഇത് തന്നെ. രാവിലെ വിളക്ക് കത്തിച്ചിട്ട് അടുക്കളയിൽ കയറാറുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തിണ്ണ മുഴുവൻ ഇന്നലത്തെ കാറ്റിനും മഴയത്ത് മുഴുവൻ അഴുക്കായിരുന്നു. അതെല്ലാം വെള്ളം ഒഴിച്ചെല്ലാം ഞാൻ വൃത്തിയാക്കി. അന്തരീക്ഷം നല്ല മഴയാണ്. ഇവിടെ നിറച്ചും മരങ്ങളായതുകൊണ്ട് നിറച്ചും ഇലയായിരിക്കും മുറ്റം. അതെല്ലാം വൃത്തിയാക്കി എന്നിട്ട് ഞാൻ വിളക്ക് കത്തിക്കാനുള്ള ഒരുക്കമാണ്. വിളക്കെല്ലാം തേച്ച് കഴിഞ്ഞ് നേരത്തെ വെച്ചിട്ടേ കിടക്കത്തുള്ളൂ. രാവിലെ അപ്പം ഞാൻ വിളക്കെല്ലാം ഒരുക്കി കത്തിച്ച്, നമ്മുടെ നല്ലൊരു ദിവസം തുടങ്ങുമ്പോൾ ഭഗവാനോട് നന്ദി പറയണ്ടേ. അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ച് രാവിലെ വിളക്ക് കത്തിച്ച്. രാവിലെ 7 മണിക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ അടുക്കളയിലോട്ട് കയറും. ചായ നിർബന്ധമാണ് ഞങ്ങൾക്ക് 2 പേർക്കും. മക്കൾക്ക് പാലാണ് രാവിലെ കൊടുക്കുന്നത്. അത് കുടിക്കാൻ മടിയാണെങ്കിലും നിർബന്ധിച്ച് കുടിപ്പിക്കും. അങ്ങനെ ഞാൻ ചായ വെക്കാനായിട്ട് കയറി. ഇതിനിടയ്ക്ക് ഞങ്ങൾ കുറേ നേരം പുരാണം പറയും കേട്ടോ. രാവിലത്തെ ഞങ്ങളുടെ ദിവസം അങ്ങനെയാണ്. ഞാനും ഏട്ടനും ചായയുമായിട്ടിരുന്ന് കുറേ നേരം പുരാണം പറഞ്ഞിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും കയറാറുള്ളൂ. പക്ഷേ ഇന്ന് താമസിച്ചത് കൊണ്ട് ഞാൻ എല്ലാം ഇച്ചിരി ധൃതിക്കാണ് ചെയ്തത്. വേറെ കുറച്ച് പരിപാടികൾ എനിക്കന്ന് ഉണ്ടായിരുന്നു. കുറച്ച് ചായ വെക്കത്തുള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്കുള്ള 2 ഗ്ലാസ് ചായ. അവർക്ക് പാല് വേറെ തിളപ്പിക്കും. അങ്ങനെയാണ് ഇവിടെ പതിവ്. ചായ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഏട്ടനും ഉണ്ട് അടുക്കളയിൽ. ഏട്ടനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതിനുശേഷം ഞാൻ അവർക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചതാണേ. അതിൻ്റെ ഇടയ്ക്ക് 2 പൂച്ചയുണ്ട്. എൻ്റെ വാലെ കരഞ്ഞ് കരഞ്ഞ് പൂച്ചയും നടപ്പുണ്ട്. ചായയൊക്കെ ഒഴിച്ച് പുരാണം പറയാനായിട്ട് ഞങ്ങൾ കുറേ നേരം മാറിയിരിക്കും. അതിനുശേഷം ഞാൻ രാവിലെ കാപ്പിക്കുന്ന താമസിച്ചുകൊണ്ട് തല്ലിക്കൂട്ടി മറ്റേ മൈദാമാവ് കുഴച്ച് അപ്പം ഉണ്ടാക്കാമെന്ന് പറയും. ഇവിടെ റൊട്ടി എന്ന് പറയും, കുഴച്ചപ്പം എന്ന് പറയും. നിങ്ങളൊക്കെ എന്താ പറയുക അറിയത്തില്ല. കിഴങ്ങും മെഴുക്കുവരട്ടി വെക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കിഴങ്ങ് കറിയായിട്ടാണ് മിക്കപ്പോഴും വെക്കുന്നത്. ഇന്ന് ഇച്ചിരി എളുപ്പപ്പണിയാണ് എല്ലാം നോക്കിയത്. അപ്പം അതിൻ്റെ തല്ലിക്കൂട്ട് വിശേഷങ്ങൾ നോക്കിക്കോ. കുഞ്ഞടുക്കളയാണ്, കുഞ്ഞു സൗകര്യങ്ങളാണ്. അതിൻ്റെ അകത്താണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഞങ്ങൾ സിമ്പിളായിട്ടാണ് കിഴങ്ങ് മെഴുക്ക് പുരട്ടി വെക്കുന്നത്. ഞാൻ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരി എടുക്കത്തില്ല. ഇച്ചിരി വെള്ളം വെച്ച് വേവിച്ച് അത് നല്ലോണം വെന്ത് വരുമ്പോഴത്തേക്കും മുളക് പൊടി ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും. അങ്ങനെയാണ് ഇവിടെ അങ്ങനെ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ്. ആ കിഴങ്ങ് മെഴുക്ക് പുരട്ടി ചോറിൻ്റെ കൂടെ കൊടുത്താൽ ഇവരെല്ലാം കഴിക്കും. പലഹാരത്തിനും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് അപ്പുറത്തടുപ്പിൽ നല്ലോണം ഇവിടെ ഏട്ടന് നല്ലോണം മൂപ്പിച്ചെടുക്കണം. അപ്പമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഏട്ടൻ രാവിലെ ധൃതിക്ക് നിൽക്കുക. രാവിലെ മഴയായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. കുളിക്കാൻ ചെറിയ മടിയാന്ന് പറഞ്ഞ് നിൽപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പട്ടിക്കുട്ടിയുണ്ട്. പട്ടിക്കുട്ടിയല്ല, ഇച്ചിരി വലുതാണ്. അവളെ ഇറക്കിയിടും. അവിടെ പുറകെ അങ്ങനെയുള്ള പരിപാടികളോട്ടാണ് ഏട്ടൻ നടക്കുന്നത്. ഞാൻ രാവിലെ നല്ല ധൃതി പിടിച്ചുള്ള ജോലിയാണ്. ഏട്ടൻ പോയി കഴിയുമ്പോൾ ഒരു സമാധാനമാകത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏട്ടന് രാവിലെ ഷേക്ക് അടിച്ചു കൊടുക്കും. ഏത്തക്കയും പാലും ഓട്സും ഈന്തപ്പഴമൊക്കെ ഇട്ട് അതിൻ്റെ പരിപാടികളാണ്. 2 പേരും എഴുന്നേറ്റിട്ടില്ല. നല്ല ഉറക്കമാണ്. പഠിത്തവും കൂടി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വിളിക്കണം. കുറച്ച് മൂടിക്കിടന്നുള്ള ഉറക്കമാണ്. അവരും കൂടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് നല്ല ധൃതിയായിരിക്കും. അങ്ങനെ കണ്ടോ, കനം കുറച്ച് അപ്പം ഉണ്ടാക്കി കിഴങ്ങ് മെഴുക്ക് പുരട്ടിയായിട്ട് ഏട്ടനിപ്പോൾ കുളിയും കഴിഞ്ഞിട്ട് വരും കാപ്പിയും ചോദിച്ചുകൊണ്ട്. അതിനു മുമ്പേ ഞാൻ എടുത്ത് വെക്കും. പിന്നെ ധൃതിക്കൊരു കഴിപ്പീരും പോക്കും ആൾ. റെഡി ആയില്ലെങ്കിൽ കഴിക്കാതെ അങ്ങ് പോകും. അതുകൊണ്ട് മാക്സിമം ഏട്ടൻ കുളിക്കാൻ കയറുമ്പോഴേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കും. ധൃതിക്ക് കഴിച്ചുകൊണ്ട് ഓട്ടമാണ്. ഒരെണ്ണമൊക്കെ കഴിക്കും, എങ്കിലും ഞാനത് റെഡിയാക്കി വെക്കും. എന്നും കാപ്പി കൊടുത്തിട്ട് വിടാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് മക്കൾക്കാണെങ്കിലും ഏട്ടനാണെങ്കിലും അങ്ങനെ തന്നെ. കഴിക്കാതെ ഞാൻ വിടത്തില്ല. ഒരെണ്ണമെങ്കിലും കഴിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. അപ്പം ആ ഒരു പരിപാടിയാണ്. ചോറ് കുറച്ച് കഴിഞ്ഞേ വെക്കത്തുള്ളൂ. മീനെല്ലാം വെട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെയ്തതിൻ്റെ പുറകെ ആ പരിപാടി അങ്ങ് ചെയ്യും. കറിയുടെ പരിപാടി അങ്ങ് തീർക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അമ്പലത്തിൽ ഇച്ചിരി തിരി കൊടുക്കണം. എള്ള് കിഴി കെട്ടിയിട്ട് അമ്പലങ്ങളിൽ കൊടുക്കുന്നൊരു ചെറിയ ജോലി എനിക്കുണ്ട്. അത് വീട്ടിൽ ഇരുന്ന് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു തിരി കൊടുത്തു വിടണേന്നും പറഞ്ഞു. അപ്പോൾ ഏട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം അതും കൂടെ കൊടുത്തു വിടണം. അതിന് പാക്ക് ചെയ്യാൻ കിടക്കുക. അതും പാക്ക് ചെയ്ത് അതും കൂടെ കൊടുത്തു വിടണം. അപ്പോൾ അങ്ങനൊരു ജോലിയുണ്ട്. കാപ്പി പരിപാടി കഴിഞ്ഞിട്ട് വേണം ആ പരിപാടി കയറാനായിട്ട്. ഏട്ടൻ ധൃതിക്കാണെങ്കിൽ ചിലപ്പോൾ കൊണ്ടുപോകാതെ പോയാൽ ഞാൻ പിന്നെ കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് അതും കൂടെ കട്ട് ചെയ്ത് ചേട്ടായുടെ അതിൽ കൊടുത്തു വിടണം. അതിൻ്റെ ഇടയ്ക്ക്
ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് അവർ രണ്ടുപേരെയും എഴുന്നേൽക്കാനായിട്ട്, ഒരനക്കവും ഇല്ല. അതിന് കുറേ വിളിച്ച് കഴിയുമ്പോഴേ രണ്ടുപേരും എഴുന്നേറ്റ് വരത്തുള്ളൂ. ആദ്യം മൗലി എഴുന്നേറ്റ് വരും. മൗലി എഴുന്നേറ്റൊരു ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും അവനെ പോയി വിളിക്കും. അവനും എഴുന്നേറ്റിട്ട് വരും. സ്കൂളിൽ പോകണമെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എഴുന്നേൽക്കും കേട്ടോ. തന്നെ അവരെല്ലാം ചെയ്തോളും. അപ്പം പഠിത്തം ഇല്ലയെന്ന് അറിഞ്ഞുകൊണ്ടാണ് നല്ല കിടക്കുമ്പോഴേ പറയും, വിളിക്കല്ലേ ഞങ്ങൾ എഴുന്നേറ്റുള്ളൂ. പക്ഷെ ഞാൻ വിളിക്കും. ഒരു ദിവസം താമസിച്ചാൽ പിന്നെ പഠിത്തം ഉള്ളപ്പോഴങ്ങനെ ലേറ്റാവും. അത് പറഞ്ഞു തീരേണ്ട താമസം മൗലി എഴുന്നേറ്റ് ചായയും ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട് ഉറക്കപ്പിച്ചിട്ട്. കണ്ടോ ഏട്ടൻ കാപ്പി കുടിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, തെറുതിക്ക് എടുത്ത് വെച്ചാൽ എടുത്തങ്ങ് കഴിച്ചോളും. തെറുതിക്ക് നിൽക്കുകയാണ്. ഏട്ടൻ്റെ വാലെ പൂച്ചയുണ്ട് അടുക്കളയിൽ. ഇതാണ് തള്ളപ്പൂച്ച. ഇതതിൻ്റെ കുഞ്ഞാണ് കേട്ടോ. പക്ഷെ കണ്ടാൽ ഇതാ തള്ളയെന്ന് പറയും. രണ്ടുപേരും എപ്പോഴും ആഹാരം കഴിക്കാൻ എടുത്തു കഴിഞ്ഞാൽ മാറത്തില്ല. ഏട്ടൻ കാപ്പി കുടിക്കുന്ന സമയം കൊണ്ട് ഞാൻ തിരിയെല്ലാം പാക്ക് ചെയ്യാനുള്ള ഒരുക്കമാണ്. 2000 തിരിയാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരു കവറിൽ 500 എണ്ണം വെച്ച് ഞാൻ പാക്ക് ചെയ്യുക. അത് ഏട്ടൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു അമ്പലം, ശിവൻ്റെ ക്ഷേത്രമാണ്, അവിടെ കൊടുത്തിട്ട് പോയിക്കോളും. അങ്ങനെയാണ് ചെയ്യാറ്. മിക്കപ്പോഴും അവർ വിളിക്കുമ്പോൾ ഏട്ടൻ കൊണ്ടുപോകും. ഏട്ടൻ ഇല്ലാത്തപ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ കൊണ്ടുപോകുന്നത്. ഞാനപ്പോൾ അത് പാക്ക് ചെയ്ത്, കണ്ടോ ഇങ്ങനത്തെ 4 പാക്കറ്റ് അവർക്ക് കൊടുക്കണം. ഒരു പാക്കറ്റ് ഇതാക്കി. അതിനുശേഷം ഏട്ടൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കൊഴുവയായിരുന്നേ, പൊടിമീനുണ്ടായിരുന്നു, കൊഴുവ പറ്റിക്കാനും വെച്ചു. കുറച്ചെടുത്ത് വറുത്തു. ഇപ്പറേ തക്കാളി രസത്തിന് വേണ്ടി ഞാനെല്ലാം വേവിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ പരിപാടിയും തീർക്കണ്ട.